മലയാളത്തിലെ ഒരു കൂട്ടം യുവ പ്രേക്ഷകർ കാത്തിരുന്ന അവരുടെ ഏറ്റവും ഗംഭീരമായ പ്രതീക്ഷ കൊടുക്കുന്ന സിനിമ മഞ്ഞുമൽ ബോയ്സ് ഇന്നേ ദിവസം തിയേറ്ററിൽ എത്തിയിരുന്നു. ഒരു മോഹൻലാൽ മമ്മൂട്ടി ചിത്രത്തിന് ലഭിക്കുന്ന അതേ ഹൈപ്പോടുകൂടിയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം തിയേറ്ററിൽ എത്തിയത്. കാരണം അണിയറ പ്രവർത്തകർ പറഞ്ഞ വാക്കുകൾ തന്നെ. സുശീൽ ചാമന്റെയൊക്കെ വാക്കുകൾ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിന്റെ ഹൈപ്പ് കൂട്ടിയത് ടിക്കറ്റ് ബുക്കിംഗ് കണ്ടപ്പോഴായിരുന്നു. ഏറ്റവും വലിയ ഹൈപ്പ് പ്രമേയുഗം എന്ന ചിത്രത്തെക്കാൾ വലിയ ഹൈപ്പിലാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം തിയേറ്ററിൽ എത്തിയത് എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. അതിനും പ്രമേയുഗത്തിന് കിട്ടുന്നതിൽ മുകളിൽ ടിക്കറ്റ് വിൽപ്പന നടത്തിക്കൊണ്ടാണ് മഞ്ഞുമൽ ബോയ്സ് ഇന്ന് തിയേറ്ററിൽ എത്തിയത്. പ്രതീക്ഷയ്ക്കൊപ്പം നിലനിന്നോ മഞ്ഞുമൽ ബോയ്സ് എന്നതാണ് പിന്നീട് കാണേണ്ടത്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ ഗംഭീര റെസ്പോൺസ് ആണ് ചിത്രത്തിന് ലഭിച്ചത്. വളരെ എൻഗേജിംഗ് ആയ ഒരു സിനിമ തന്നെയാണ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുകയാണെങ്കിൽ ഫുൾ ഓൺ സർവൈവൽ ത്രില്ലറിലേക്ക് മാറുകയാണ് ഈ ചിത്രമെന്നും അത് 100% കൊടുക്കാൻ കഴിഞ്ഞാൽ ഷുവർ ഷോട്ട് ബ്ലോക്ക് ബസ്റ്റർ ആണ് ഈ ചിത്രമെന്ന് അവർ ഉറപ്പിച്ചു. നമ്മളെ കൂടി ഒരു ടൂറിന് കൊണ്ടുപോവുകയാണ് ഇവർ എന്ന് നമുക്ക് തോന്നുന്ന അതേ ഫീൽ തരുന്ന ഒരു ചിത്രം. ഒപ്പം സുശീൽ ശ്യാമിന്റെ ഊന്ത് വിളയാട്ടം എന്നൊക്കെ പറയാം എന്നാണ് അവർ പറഞ്ഞത്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേ ഗംഭീര റെസ്പോൺസ് ആണ് ചിത്രത്തിൽ ലഭിച്ചത്. സെക്കൻഡ് ഹാഫും ഇതിന് മുകളിൽ നിന്നാൽ ഷുവർ ഷോട്ട് ബ്ലോക്ക് ബാസ്റ്റർ എന്ന് പറയുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ എല്ലാം ഇങ്ങനെ പോയി. അങ്ങനെ ആദ്യത്തെ ഷോ കഴിഞ്ഞിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സിന്റെ. മലയാള സിനിമയുടെ തന്നെ സീൻ മാറ്റും എന്ന് പറഞ്ഞ കാര്യം ഏകദേശം ഉറപ്പിക്കാമെന്നാണ് അവർ പറയുന്നത്. സീൻ മാറ്റി കിടിലൻ പടം, ഒരു സർവൈവൽ ത്രില്ലർ. മലയാളത്തിൽ അങ്ങനെ അധികം കണ്ടുവരാത്ത ഒരു ജോണർ. ഇതിനു മുമ്പ് പല സർവൈവൽ ത്രില്ലർ ഇറങ്ങിയെങ്കിലും മഞ്ഞുമൽ ബോയ്സിന്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും എന്നാണ് കണ്ട പ്രേക്ഷകരുടെ ഏറ്റവും വലിയ റിപ്പോർട്ട്. ഒരു ട്രൂ ഇവന്റിനെ ബേസ് ചെയ്താണ് ഈ ചിത്രം ഒരുങ്ങിയിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതുതന്നെയാണ് ഈ ചിത്രത്തിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. ഗുണാക്കേവിൽ അകപ്പെട്ടു പോകുന്ന കൂട്ടുകാരനും തുടർന്നുള്ള രക്ഷാപ്രവർത്തനവുമാണ് ഇതിവൃത്തം. ടെക്നിക്കൽ സൈഡ് ഗംഭീരമായിട്ടുണ്ട് എന്ന് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ആർട്ട് വർക്കുകളൊക്കെ ഇഡിലപ്പ് ആണെന്നാണ് പറഞ്ഞത്. ഒപ്പം സുശീൽ ശ്യാമിന്റെ BGM അതൊരു സർവൈവൽ ത്രില്ലറിന് ഏറ്റവും കിടുക്കിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. ഗുഹയൊക്കെ ചെയ്തു വെച്ചേക്കുന്ന ആർട്ട് വർക്ക്, CG, ക്യാമറ എല്ലാം ഗംഭീരം. മലയാള സിനിമയ്ക്ക് വീണ്ടും ഒരു വസന്തകാലം. ഒരേ സമയം പല ജോണറിൽ ഉള്ള പടങ്ങൾ നന്നായി ഓടുന്നു. ഇതും ഓടും എന്ന് ഉറപ്പിക്കുകയാണ് പ്രേക്ഷകരും. ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങിയ ചിത്രങ്ങൾ ഒക്കെ വ്യത്യസ്ത ജോണറിൽ ഉള്ളതാണ്. വ്യത്യസ്ത ജോണറിൽ ഇറങ്ങിയ സിനിമകൾക്കൊക്കെ പ്രേക്ഷക പ്രീതി ലഭിക്കുന്നു എന്നതും അത് ആദ്യ ഷോ കഴിയുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ് പോലെ ഇരിക്കും. ഇപ്പോൾ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ ഗംഭീര അഭിപ്രായമാണ് പ്രേക്ഷകർ പറഞ്ഞുകൊണ്ട് എത്തുന്നത്. ഈ പടം കാണണമെന്ന് ആദ്യം മനസ്സിൽ രജിസ്റ്റർ ആയത് കുതന്ത്രം പാട്ട് കേട്ടപ്പോഴാണ്. രണ്ടാമത്തെ റീസൺ അതിന്റെ അണിയറയിൽ സ്ട്രോങ് പേരുകൾ കണ്ടപ്പോഴാണ്. ഈ ചിത്രത്തിൽ അണിനിരക്കുന്ന താരങ്ങളും സംവിധായകനും മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും സിനിമാറ്റോഗ്രാഫി അങ്ങനെ തുടങ്ങുന്ന ഒരു ബ്രില്യൻ ക്രൂ ഈ ചിത്രത്തിനൊപ്പം എന്നറിയുമ്പോൾ എന്തായാലും കയറി കാണാൻ ശ്രമിക്കും. പിന്നുള്ളത് പണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഒരു 12 വർഷം മുന്നേ കൊടൈക്കനാൽ പോയിട്ടുണ്ട് എന്ന പലരുടെയും നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ചില കാര്യങ്ങൾ. അത് ഈ ചിത്രത്തിന് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള പല ട്രിപ്പുകളും നടത്തിയവർ ഇന്ന് ഈ ചിത്രത്തിന് കയറിയാണ് അവരുടെ ആ ട്രിപ്പ് ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറയുന്ന പലരുടെയും വാക്കുകൾ ഈ ചിത്രം വർക്കൗട്ട് ആയതിന് ഏറ്റവും വലിയ ഉദാഹരണമായി മാറുന്നു. കൂടാതെ അവർ സന്ദർശിച്ച അതേ സ്ഥലങ്ങൾ, കേവ്, പില്ലർ റോക്ക്, പൈൻ ഫോറസ്റ്റ്, ഡോൾഫിൻ സ്നോസ് തുടങ്ങിയ പോയ സ്ഥലങ്ങളുടെ വിവരണങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുന്ന കാര്യങ്ങൾ അതൊക്കെ ഈ ചിത്രത്തിലും വരുന്നു എന്നതും അതിനൊപ്പം തന്നെ അവർ സഞ്ചരിച്ച അവരുടെ ആ പഴയകാല ട്രിപ്പുകളെ ഓർമ്മപ്പെടുത്തുന്ന രീതി, അവർ ആ ട്രിപ്പുകൾ ഓർത്തെടുക്കുകയാണ് ഈ ചിത്രം കഴിയുമ്പോൾ. അങ്ങനെ അവരുടെ ആ പഴയകാല ട്രിപ്പുകൾ കൂടി ഓർത്തെടുക്കുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം വരുമ്പോൾ. അതുകൊണ്ട് തന്നെ മഞ്ഞുമൽ ബോയ്സ് അവർക്ക് നല്ല രീതിയിൽ കണക്ട് ആകുകയും ചെയ്യുന്നു. ഒരു സർവൈവൽ ത്രില്ലറിനപ്പുറം പലരുടെയും നൊസ്റ്റാൾജിയ തൊട്ടുണർത്തുന്ന ചിത്രമായി മഞ്ഞുമൽ ബോയ്സ് മാറിക്കഴിഞ്ഞു. അവർ ആ പഴയകാല ട്രിപ്പിനെ കുറിച്ചും കണക്ട് ചെയ്തുകൊണ്ട് ഇതിനൊപ്പം സംസാരിക്കുകയാണ്. ഇത് തന്നെ നമുക്ക് എടുത്തു പറയാം ഈ ചിത്രം എത്രമാത്രം പ്രേക്ഷകരിൽ കണക്റ്റായി എന്നത്. കൂടാതെ ഓരോ സീനും അവരെ ഇമ്പാക്ട് കൊള്ളിച്ച ഓരോ സീനിനെ കുറിച്ചും അവർ എടുത്തു പറഞ്ഞുകൊണ്ട് എത്തുന്നു. ഇതൊക്കെയാണ് മഞ്ഞുമൽ ബോയ്സിന്റെ ഏറ്റവും ഗംഭീര സംഭവങ്ങൾ എന്നാണ് അവർ പറയുന്നത്. എന്തായാലും അണിയറ പ്രവർത്തകർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം ഉറപ്പിക്കാവുന്ന രീതിയിലേക്ക് മഞ്ഞുമൽ ബോയ്സിലുണ്ട് എന്ന് ഉറപ്പിക്കാറായി കഴിഞ്ഞു. ചിത്രത്തിന്റെ രണ്ടാം പകുതിയിൽ എത്തിയപ്പോൾ ഏറ്റവും വലിയ സ്വാധീനമാണ് നമ്മളിൽ ചെലുത്തിയിരിക്കുന്നത്. രണ്ടാം പകുതിയിലെ അതിജീവന രംഗങ്ങൾ വളരെ തീവ്രവും ആവേശത്തിന്റെ ഉന്നതിയിൽ എത്തിക്കുന്നതും ആണെന്നൊക്കെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. ശരാശരിക്ക് മുകളിലുള്ള ആദ്യ പകുതി ഉണ്ടായിട്ടും മൊത്തത്തിലുള്ള തിയേറ്റർ അനുഭവം ഗംഭീരമാക്കിയെന്നാണ് അവർ പറയുന്നത്. എബോ ആവറേജ് എന്ന രീതിയിൽ മറ്റു ചില അഭിപ്രായങ്ങൾ കൂടി എത്തുകയുണ്ടായി. കൂടുതലും എടുത്തു പറയുന്നത് DOP കുറിച്ചും ആർട്ട് വർക്കുകളെ കുറിച്ചും അതിനൊപ്പം സുശീൽ ശ്യാമിന്റെ ഗംഭീര BGM കുറിച്ചുമാണ് പറയുന്നത്. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെ അവരെ ഞെട്ടിപ്പിച്ചു എന്നത് ഉറപ്പിക്കാം. അങ്ങനെ മലയാളത്തിൽ വീണ്ടും ഒരു ബ്ലോക്ക് ബാസ്റ്റർ ചിത്രം കൂടി പിറന്നു എന്ന് ആദ്യ റെസ്പോൺസിൽ നിന്നും വ്യക്തമാകുന്നു.